ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, മീൻ ഡീവിയേഷൻ അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നോക്കി. ഇനി കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള റിലേഷനാണ് വരുന്നത്. ഓക്കെ. അതിനകത്ത് ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ മീനും മീഡിയനും മോഡും തമ്മിലുള്ള റിലേഷനാണ്. അപ്പോൾ അതിൻ്റെ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഇൻറ്റു മീഡിയൻ മൈനസ് 2 ഇൻറ്റു മീൻ ഈക്വൽ ടു മോഡ്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനകത്ത് ഇതിൽ രണ്ടെണ്ണം തരും, മൂന്നാമത്തെ കണ്ടുപിടിക്കാനായിട്ട് സിമ്പിളായിട്ട് ചോദിക്കാം. അപ്പോൾ 3 ഇൻറ്റു മീഡിയൻ 2 ഇൻറ്റു മൈനസ് 2 ഇൻറ്റു മീൻ ഈക്വൽ ടു മോഡ്. ഓക്കെ, ആ ഒരു ഓർഡറിൽ തന്നെയാണ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഈ ഡേറ്റയിൽ എല്ലാ നമ്പറിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ വേരിയൻസിൽ എന്ത് ചേഞ്ച് വരും, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ എന്ത് ചേഞ്ച് വരും. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേരിയൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 4 ഇരട്ടിയാവും. ഓക്കെ, ഇനി നമുക്കത് ചുമ്മാ നോക്കിയാൽ പോരല്ലോ, കറക്റ്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യണ്ടേ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. ഇതിൻ്റെ മീൻ നമ്മൾ കണ്ടുപിടിച്ചു, വേരിയൻസും കണ്ടുപിടിച്ചു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, എല്ലാത്തിനും നമ്മൾ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത്. ഇപ്പം n ആണെങ്കിൽ n സ്ക്വയർ ആകുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. n ആണെങ്കിൽ n സ്ക്വയർ ആകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിപ്പോൾ 6, ഓക്കെ, ഇത് 5 അല്ല 10, ഇത് 14. ഓക്കെ, ഇതിൻ്റെ മീൻ എത്ര വരും? 20, 10, 30, 30/3 10. അതായത് മീന് നേരെ ഡബിൾ ആവും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ സ്ക്വയറുകൾ എടുക്കുക, ആഡ് ചെയ്യുക. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. 36, 100, 196. എന്നിട്ട് ടോട്ടൽ വരുന്ന 3 നമ്പേഴ്സാണ്. മൈനസ് ഇതിൻ്റെ സ്ക്വയർ 100. ഓക്കെ, അപ്പോൾ എത്ര വരും? 332 വരും. ആഡ് ചെയ്ത് 332 വരും. ഇവിടെ ആണെങ്കിൽ 300 വരും, /3. അതായത് 32/3 എന്ന് പറഞ്ഞ് കിട്ടി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തപ്പോൾ വേരിയൻസ് എത്രയാണ് വന്നത്? 8/3. ഇപ്പം എത്രയാണ് വന്നത്? 32/3. അതായത് 4 ഇരട്ടിയായി. അതായത് ഇത് ഡബിൾ ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഒരു നമ്പറിനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 9 ഇരട്ടിയാവും. ഇനി 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വേരിയൻസ് /9 ആവും. ഓക്കെ, അത് ഓർത്ത് വെക്കുക. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സ്ക്വയർ ടൈമിലോട്ട് മാറുമെന്ന് ഓർത്ത് വെക്കുക. ഇനിയിപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താവും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൂട്ട് ഓഫ് വേരിയൻസ് എന്നാണെന്ന് നമുക്കറിയാം. ഓക്കെ, ആദ്യം വേരിയൻസ് ഇതായിരുന്നു, വെറും v ആയിരുന്നു. ഇപ്പം എത്രയോ? 4v അല്ലേ? 4v ആകുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താവും? 2√v. അതായത് നേരത്തെയുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ക്കാളും 2 ഇരട്ടി. അതായത് എന്ത് ചേഞ്ചാണോ വരുന്നത് അതേ ചേഞ്ച് തന്നെയായിരിക്കും സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ വരുന്നത്. ഓക്കെ, ഇനി ആഡ് ചെയ്യുന്ന കേസ്, മൈനസ് ചെയ്യുന്ന കേസ് എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. അവിടെ നോ ചേഞ്ച് ആണ് വരുന്നത്. ആ 2 കണ്ടീഷനും നോ ചേഞ്ച് ആണ് വരുന്നത്. പക്ഷെ നമുക്ക് നോക്കണ്ടേ കറക്റ്റ് ആണോ ഇല്ലേ നോക്കണ്ടേ. അപ്പോൾ ഞാൻ ഈ ഒരു തന്നിരിക്കുന്ന ഡേറ്റാസിനെ ഞാൻ 4 വെച്ച് ആഡ് ചെയ്യുമെന്ന് വിചാരിക്കാം. 4 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 3 7 ഇത് 9 11 20 27 27/3 എത്ര വരും? 9 വരും. അല്ലെങ്കിൽ നമുക്കറിയാം എല്ലാ നമ്പരും 4 വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മീനിലും ആ ഒരു ചേഞ്ച് വരും. ഇനി എന്ത് ചെയ്യണം? വേരിയൻസ് കണ്ടുപിടിക്കണം. വേരിയൻസ് കണ്ടുപിടിക്കാനായിട്ട് 49, 81, 121 /3 മൈനസ് 81. ഓക്കെ, ഇപ്പം എത്ര വരും? 49, 81, ഓക്കെ, 130, 251. ഇതാണെങ്കിൽ 251 മൈനസ് 243 /3 8/3. അതായത് വേരിയൻസിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. വന്നിട്ടില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു ചേഞ്ച് വരത്തില്ല. അപ്പോൾ ആഡ് ചെയ്യുന്ന കേസിൽ നോ ചേഞ്ചിലാണ്. അതേസമയം മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും ടൈമിൽ എന്താ വരുന്നത്? അതിൻ്റെ സ്ക്വയർ ആകുമെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇതാണ്
നിങ്ങൾക്ക് വരുന്ന അടുത്ത കേസ്. ഇനി ഒരു കേസ് കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ചിലപ്പോൾ ചോദിക്കാം, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വേരിയൻസ് ചോദിച്ചെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? n² - 1/2 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസറായി. ഓക്കെ, ചുമ്മാ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 1, 2, 3 3 നാച്ചുറൽ നമ്പറുണ്ട്. ഇതിൻ്റെ വേരിയൻസ് ചോദിച്ചു. വേരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ആദ്യം മീൻ കണ്ടുപിടിക്കും. മീൻ 2 ആണ്. ഓക്കെ, പിന്നെ അടുത്ത 1, 4, 9/3. ഓക്കെ, 14/3 മൈനസ് 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ എത്ര വരും? 2/3 എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ചുമ്മാ ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യണം? 2ൻ്റെ സ്ക്വയർ എടുക്കണം. അല്ല, എത്ര നമ്പറുണ്ട്? 3 നമ്പറുണ്ട്. 3 നമ്പർ ആകുമ്പോൾ 3ൻ്റെ സ്ക്വയർ എടുക്കണം. 9 - 1/12 എത്ര വരും? 8/12. 8/12 നോക്കി കഴിയുമ്പോൾ 4 വെച്ച് കട്ടി 2/3. രണ്ടും സെയിം ആൻസറാണ് വരുന്നത്. സോ ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ വേരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ n² - 1/2. ഇതാണ് മെയിനായിട്ട് വരുന്ന ഐറ്റംസ്.